വെൽക്കം ബാക്ക് ടു കിച്ചൺ ടീൽസ്. അങ്ങനെ ഞങ്ങൾ എത്തിയന്ന് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ മസനഗുഡി ടൗണിലോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. ഒരു 10 മിനിറ്റ്സ് ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന റണ്ണൽ വ്യൂന്ന് മസനഗുഡി ടൗണിലോട്ട്. ലാസ്റ്റ് ടൈം മസനഗുഡി വന്നപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വന്നത്. എനിക്ക് കാപ്പി മതിയേ. കോക്കനട്ട് ബർഫി ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? കോക്കനട്ട് ബർഫി എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ സ്പെഷ്യലാന്ന് തോന്നുന്നു. ഒരുമാതിരി എല്ലാ കടകളിലും ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ശർക്കര മിഠായി, പക്ഷെ ഭയങ്കര കട്ടിയായിരുന്നു. ഓ, ചിക്കൻ 65 മലയാളിയാണോ? അത് ശരി. എന്തൊക്കെയാ ഇത് നല്ല മുരിഞ്ഞിരിക്കാനായിട്ട് എന്താ ചെയ്യാ? ചിക്കൻ 65 ഇതില് നമ്മള് കോൺഫ്ലവർ മാവ്, മൈദ, മൈദ ഇടും, അത്രേ ഉള്ളൂ. മുട്ട, ഈ കളർ ഇടും, അല്ലെങ്കിൽ കളർ ഇടും, മുട്ട ഇടും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ? വേറെ മീനുണ്ട്. അല്ല, മീൻ പൊറോട്ട ഉണ്ടോ? പൊറോട്ട ചിക്കൻ 65 എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. ഇത് പക്ഷേ നല്ല നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര ചൂടും പിന്നെ ഈ തണുപ്പത്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിരുന്നു. ജോർജി, നമ്മൾ രാവിലെ ഇവിടെ പോകുന്നുണ്ടോ? വെളുപ്പിനെ 5:30 ഡ്രൈവിന് ട്രക്കിന് പോകുന്നുണ്ടോ? ജീപ്പിനാണോ? എത്ര നേരം ഉണ്ട് ജിജു രാവിലെ പോകുന്നത്? 1 hour ആണോ? 3 മണിക്കൂർ. മന്ന, രാത്രി ആ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങല്ലേട്ടാ. ജോർജി, രണ്ടുപേരും കേട്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ മതിയേ. ഞാൻ ഇനിക്കൂടെ നീ വിളിച്ച എന്തായാലും എന്താവശ്യം ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങില്ല. ഫോണിൽ കൂടെ പറഞ്ഞുതരാം എന്താ ചെയ്യണമെന്ന്. ഓ, ഈ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര നല്ല. നമുക്ക് 2 മാസം കൂടുമ്പോൾ ഇങ്ങോട്ട് വരണം കേട്ടോ ജിജു. ഓ, എക്സലൻസ് പ്ലീസ്. നമുക്ക് വെക്കേഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. രാവിലെ ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലം നമുക്ക് കുറച്ച് പേടി വരും കേട്ടോ പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. ഒന്നാമത്തെ കാര്യം ഭയങ്കര ചീവീടിൻ്റെ സൗണ്ടും പിന്നെ പലതരം സൗണ്ടുകളാണ്. കുരങ്ങൻ്റെയും മാനിൻ്റെയും മയിലിൻ്റെയും എല്ലാം കൂടി മിക്സായിട്ട്. ഈ റിസോർട്ടിന് ചുറ്റിനും നമ്മുടെ ഇലക്ട്രിക് ഫെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ബട്ട് നമുക്ക് പേടി വരും. ഡിന്നറിനുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്യണം. അപ്പം ഞങ്ങൾ അന്ന് ഓർഡർ ചെയ്തത് ബേസിക് നമ്മുടെ ചിക്കൻ കറി, നമ്മുടെ വൈറ്റ് റൈസ്, പപ്പഡ്, രണ്ട് സാലഡ്, നമ്മുടെ സാധാ സാലഡ്. പിറ്റേ ദിവസം ഞങ്ങൾ ട്രക്കൊക്കെ പ്ലാൻ ചെയ്താലും പിന്നെ പോയില്ല. തണുപ്പ് കാരണം നല്ല സുഖമായിരുന്നു കിടന്നുറങ്ങാനായിട്ട് രാവിലെ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നുള്ള വ്യൂ. തനിയെ നടന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ള കാര്യം ചിന്തിക്കണ്ട കേട്ടോ. നമുക്ക് ശരിക്കും നല്ല പേടി വരും പുറത്തോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനായിട്ട്. പിന്നെ ഒരു 8:30 ഒക്കെ ആയപ്പോൾ മസനഗുഡി ടൗണിലോട്ടൊന്ന് ഇറങ്ങി കോഫി കുടിക്കാനായിട്ട്. കാപ്പിക്കൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കോഫി ബൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ കോഫി ബൈറ്റ് മിഠായി, നാട്ടിലല്ല നമ്മുടെ കോഫി ബൈറ്റ് മിഠായി ഇട്ട് കലക്കിയ ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ കോഫി ബൈറ്റ് എടുത്തൊന്ന് ചൂട് കാപ്പിയിലിട്ട് ഇളക്കി നോക്കി. ബട്ട് ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. ബട്ട് ഇത് ശരിക്കും അതുപോലെ തോന്നി എനിക്ക്. ചേട്ടാ, ഇവിടെ ചായയും കാപ്പി മാത്രമേ ഉള്ളൂ, അല്ല കടി എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെയുണ്ട്? ഓ, ഇനി തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. ബട്ട് ഈ പ്രാവശ്യം ഞങ്ങളത് എടുത്തില്ല. ബിക്കോസ് ലാസ്റ്റ് ടൈം ഞങ്ങൾ അങ്ങനെ ഒരു ആനിമൽസിനെയും കണ്ടില്ല. അത് കാരണം പിന്നെ ഈ പ്രാവശ്യം പോകണ്ടെന്ന് വെച്ചു. ഞങ്ങളുടെ കാറിൽ തന്നെ പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ ഡ്രൈവിന് പോയി.
പിന്നെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലെറ്റ്, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ആൻഡ് കാപ്പി. അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ടൗണിലോട്ട് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനൊന്നുമില്ല, കഴിക്കുക, റിലാക്സ് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇവിടെ കാഫേ കോഫി ഡേന്ന് കേക്ക്സും പിന്നെ സാൻഡ്വിച്ച്, ജോർജിക്ക് സാൻഡ്വിച്ച് വേണമായിരുന്നു. അപ്പോൾ സാൻഡ്വിച്ചും പിന്നെ കുറേ ചിപ്സൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലോട്ട് തന്നെ പോയി. ബീട്രൂട്ടിനേക്കാളും നമുക്ക് ഇതാ ഇഷ്ടമായത്. മന്ന ആരും ചോദിച്ചില്ല. ജോർജിക്ക് ഏതാ ഇഷ്ടമായത്? ഉണ്ടംപുരി. ബേസിക് ചിപ്സ് അല്ലേ ഇത്? ബനാന ചിപ്സ്. ബ്രാൻഡ് ഏതാ മന്ന? സോറി, ഐ ഡോണ്ട് ലൈക്ക്. എനിക്ക് ഇഷ്ടമായി. ഭയങ്കര തിക്കല്ലേ? ഐ ലൈക്ക് ദ സ്പിനച്ച് വൺ. ജോർജി, നിന്റെ സാൻഡ്വിച്ച് എങ്ങനെ എടുത്തോണ്ട് പോയിട്ടാ റൂമിന്ന്? ആള് സ്മാർട്ട് ആണല്ലോ. പിന്നെ ലഞ്ചിന് ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കി മന്നാച്ചി നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു, ശ്രീ മെസ് എന്നും പറഞ്ഞിട്ട്. മീൽസ് മാത്രമേ ഉള്ളൂ. ബട്ട് നേരത്തെ നമുക്ക് തലേദിവസമൊക്കെ ഓർഡർ ചെയ്യുവാണെങ്കിൽ അവർ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി വെക്കും. ഈവൻ പായസവും നമുക്ക് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് മീൽസും കിട്ടി, ബിരിയാണി നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടി. ചിക്കൻ ഫ്രൈ, ചീരപ്പൊരിയൽ, ബട്ടർ മിൽക്ക്, ഒരു തരം ഒരു ചമ്മന്തി, പിന്നെ നമ്മുടെ രസം, പിന്നെ ഫിഷ് ഫ്രൈ പക്ഷേ അങ്ങനെ എന്താ പറയുക, ചാളയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ അധികം മീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മട്ടനൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് പക്ഷേ നേരത്തെ ഓർഡർ ചെയ്യണം. ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ജോർജിക്കും ഇഷ്ടമായി. ആൻഡ് ഫിഷ് ഭയങ്കര ഫ്രഷ് ആയിരുന്നു, അത് കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതെന്തേത്? റാഗി ഒരെണ്ണം വെക്കുമോ? ഒന്നും പോതും. ജോർജി, ബിരിയാണി എങ്ങനെയുണ്ട്? പായസം വേണം. വേറെ ഏതാவது സ്പെഷ്യൽസ് ഉണ്ടാവാറുണ്ടോ? ഓ, അപ്പൊ കാലയിലെ ഓർഡർ തന്നാ മതി. ആ, ഓക്കെ. വീട് ഇവിടെ പക്കത്ത് എന്താണ്? ഓ, അത് ശരി. ആ, ഓക്കെ. പോതുന്ന ഇതിൽ കൂടുതൽ കഴിച്ചാൽ മണ്ണ തട്ടിപ്പോട്ടെ. എനിക്ക് ഈ റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സെയിം റൈസ് ആയി ഗോട്ടൻ പൊള്ളാച്ചി. ഞങ്ങൾ ഒരു ട്രിപ്പിന് പോയപ്പോൾ സ്കൂളിൽ നിന്ന് കൊള്ളാം. 3 ട്രിപ്പ് റൈസ് ഇട്ടാ. ഇതിന്റെ പേരെന്താ മന്ന? ശ്രീമെസ് ഫേമസ് ആയി. മന്ന 3 പ്രാവശ്യം റൈസ് ഇട്ടിട്ടാ. ചിക്കൻ കറിയാണ്. അതെ, ചിക്കൻ പൊടി. ഓഫ് ജോർജി, ഇത്രയും സ്നേഹം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. പൊള്ളോട്ട മണ്ണയുടെ അല്ല. താങ്ക്സ്. സോഡ അല്ല, ഗോളി സോഡ. അല്ല, ഗോളി സോഡ എടുക്കാ. ഗോളി സോഡ ഇല്ലയാ? ഡ്രീം ലാൻഡില് ഏതൊക്കെയുള്ള? ജീര മതി. വെരി നൈസ്, ഭയങ്കര റിഫ്രഷിംഗ്. ജോർജി പിന്നെ ഓർത്ത് അവിടുന്ന് ബാക്കിയുള്ള എല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോന്നു, ഇവിടെ നമ്മുടെ റിസോർട്ടിലെ പട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ അവർ ഹാപ്പിയായി.
ജോജി നീ എന്തായാലും ഇത് ഓർത്തെടുത്തത് നന്നായിട്ടാ. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടാ. ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് ഇത് ഇങ്ങോട്ട് പോന്നാൽ മതി.